ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നാളെ ചോറ്റാനിക്കര മകമാണ്. ചോറ്റാനിക്കര മകത്തെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കാണണം. ക്ഷേത്ര ഐതിഹ്യവും ചടങ്ങുകളെ പറ്റിയിട്ടും മകത്തിന് എന്താണ് പ്രാധാന്യമുള്ളത് എന്നതിനെ പറ്റിയുമൊക്കെ വളരെ വിശദമായി തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തില് നാളെ 8ാം ഉത്സവമാണ്. 9ാം ഉത്സവത്തിന്റെ അന്നാണ് നമ്മൾ പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ 8ഉം 9ഉം ദിവസങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളെ പറ്റിയിട്ടും പൊങ്കാല ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ ജപിക്കേണ്ടുന്ന നാമത്തെ പറ്റിയിട്ടുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. 2026 മാർച്ച് മാസം 3-ാം തീയതിയാണ് പൊങ്കാല. രാവിലെ 9:45 പണ്ടാര അടുപ്പിലേക്ക് ദീപം പകരുന്നത്. ഈ ലോകത്തിന്റെ ഏതു ഭാഗത്തിരുന്ന് പൊങ്കാല ഇടുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ അടുപ്പിലേക്ക് ദീപം പകരേണ്ടത് അന്ന് രാവിലെ 9:45 2:15 ആകുമ്പോഴാണ് നേദ്യം നടക്കുന്നത്, അതായത് പൊങ്കാല തളിക്കുന്നത്. ആ സമയത്ത് വേണം പൊങ്കാല ഭഗവതിക്ക് സമർപ്പിക്കേണ്ടത്. ഇതാണ് സമയം. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സാധാരണ ഇതുവരെ നമ്മൾ വ്രതത്തിലിരുന്നു, പല ആളുകളും നോൺ വെജ് ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇരുന്നു. പൊങ്കാല ഇടുന്ന ആളുകൾ എല്ലാവരും തലേ ദിവസം, അതായത് 2-ാം തീയതി നാളെ ഒരിക്കലുണ്ട് ഇരിക്കണം. ഒരു നേരം മാത്രം അരിഭക്ഷണം അങ്ങനെ കഴിച്ച് പരമാവധി സമയം നാമം ജപിച്ച് ഇരിക്കണം. മൺകലത്തിൽ പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. പൊങ്കാല ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ശുദ്ധമായ വസ്ത്രം, അതും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക. ചൂടും തീയും പുകയും ഒക്കെ ഉണ്ട്, അപ്പൊ അതനുസരിച്ചിട്ട് വസ്ത്രങ്ങൾ ഒതുക്കി പിടിക്കുക, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വിളക്ക് തെളിയിക്കണം, ഗണപതിയൊരുക്ക് സമർപ്പിക്കണം. വിളക്കിൽ നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന അടുപ്പിൽ നിന്ന് ദീപം പകരണം. ഇവിടെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ റോഡിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് അതാത് ഭാഗത്ത് ഒരു ദേവതയെ കുടിയിരുത്തിയിട്ടുണ്ടാകും, ഭഗവതിയെ കുടിയിരുത്തിയിട്ടുണ്ടാകും. അവിടെ നിന്നും ദീപം പകർന്നു തരും. ആ ദീപം ഓരോരുത്തരായിട്ട് പകർന്നാണ് അടുപ്പിലേക്ക് തെളിയിക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഗണപതി ഒരുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. കുറച്ച് മാത്രം വെക്കുക, ഒരുപാട് വെക്കണ്ട. കാരണം പൊടിയും അഴുക്കുമൊക്കെ റോഡിലുണ്ടാകും, അതൊക്കെ ഗണപതി ഒരുക്കിൽ വന്ന് വീഴും. അതുകൊണ്ട് തന്നെ അത് പലരും കഴിക്കാറില്ല. അതുകൊണ്ട് ഒരുപാട് വെച്ച് വെറുതെ കളയണ്ട. അത് അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യരുത്. പലരും പൊങ്കാല കലം മാത്രം എടുത്തുകൊണ്ട് പോകുന്നത് കാണാം, ഗണപതി ഒരുക്ക് അവിടെ തന്നെ ഉപേക്ഷിക്കുന്നതും കാണാം. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അത് പ്രസാദമാണ്. നിങ്ങൾക്കത് കഴിക്കാൻ സാധിക്കുന്നില്ല, പൊടിയും അഴുക്കുമൊക്കെ ആയി, അങ്ങനെയാണെങ്കിൽ അത് വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് ഏതെങ്കിലും ക്ഷേത്രക്കുളത്തിലോ മറ്റെവിടെങ്കിലും ഒഴുക്കി കളഞ്ഞാൽ അത് മീനുകൾ ഭക്ഷിച്ചോളും, അല്ലെങ്കിൽ കാക്കകൾക്കോ പ്രാവുകൾക്കോ കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോകരുത്. അക്കാര്യം ശ്രദ്ധിക്കുക. രാവിലെ ഒന്നും കഴിക്കാതെ പൊങ്കാല ഇടുന്ന ആളുകളുണ്ട്, വെള്ളം പോലും കുടിക്കാതെ തളർന്നു പോകും. അതുകൊണ്ട് ആരോഗ്യമുള്ളവർ മാത്രം അങ്ങനെ ചെയ്യുക, അല്ലാത്തവര് എന്തെങ്കിലും അല്പം വെള്ളമെങ്കിലും കുടിച്ചിട്ട് ചെയ്യുക. സാധാരണ ആഹാരം കഴിക്കാറില്ല. അസുഖമുള്ളവര്, പ്രായമായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ചായ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. അല്ലാതെ ചെയ്യാൻ ആരോഗ്യമുള്ള ആളുകൾ അല്ലാതെ ചെയ്യുക, ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രം. പൊങ്കാല പായസമെല്ലാം തയ്യാറായതിനു ശേഷം, അതായത് ഭഗവതിക്ക് എന്തൊക്കെ നൈവേദ്യങ്ങളാണോ നമ്മൾ സമർപ്പിക്കുന്നത്, ആ നൈവേദ്യങ്ങളെല്ലാം പാകമായതിനു ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ആ നൈവേദ്യങ്ങളെല്ലാം പാകമായതിനു ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം.
തിരുവനന്തപുരത്തൊക്കെ ഇടുന്ന, അതായത് പൊങ്കാല ഇടുന്ന ആളുകളാണെങ്കിൽ അതാത് പ്രദേശത്ത് അന്നദാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതിനുശേഷം 2:15 ആകുന്ന സമയത്ത് നേദിക്കാനായിട്ട് വരും. ആ സമയത്ത് കലത്തിന്റെ, അതായത് നമ്മൾ പൊങ്കാല ഇടുന്ന കലത്തിന്റെ നമ്മൾ മൂടി വെച്ചിരുന്ന ആ ഇലയൊക്കെ എടുത്തു മാറ്റി കർപ്പൂരം, ആ അടുപ്പിന്റെ കല്ലിലായിട്ട് കർപ്പൂരം തെളിയിച്ച് നമ്മൾ നേദിക്കാൻ തയ്യാറായി നിൽക്കണം. പുതിയ പൂമാല വല്ലതുമുണ്ടെങ്കിൽ അത് കലത്തിന്റെ ആ കഴുത്തു ഭാഗത്ത് കെട്ടാവുന്നതാണ്. കാരണം ആദ്യം നമ്മൾ പൂമാല കെട്ടിയിട്ടാണ് നമ്മൾ കലം വെക്കുന്നത് എങ്കിൽ തീയൊക്കെ കൊണ്ട് ആ പൂമാലയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടാകും. ഒരു മാലയും കൂടെ മേടിച്ചു വെച്ചാൽ നമുക്ക് നേദിക്കാൻ വരുന്ന സമയത്ത് പുതുതായിട്ട് കെട്ടാവുന്നതാണ്. അങ്ങനെ നല്ല അലങ്കരിച്ച കലത്തിൽ പൊങ്കാല ഇടുന്നത് ശ്രേഷ്ഠമാണ്. അങ്ങനെ പൊങ്കാല 2:15 ആകുമ്പോഴേക്കും നേദിക്കാനായിട്ട് വരും. പൊങ്കാല നേദിക്കുക. ഇതാണ് ചടങ്ങുകൾ. നമ്മൾ നമ്മുടെ പൊങ്കാല അടുപ്പിലേക്ക് ദീപം പകരുന്ന ആ ഒരു സമയം, അതായത് അടുപ്പ് തെളിയിക്കുന്ന സമയം, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന് ജപിച്ചുകൊണ്ട് വേണം നമ്മുടെ പൊങ്കാല അടുപ്പിലേക്ക് നമ്മൾ ദീപം തെളിയിക്കേണ്ടത്. അടുപ്പ് കത്തിക്കേണ്ടത് ആ സമയത്താണ്. അതിനുശേഷം നമ്മൾ വെള്ളവും കലവും ഒക്കെ വെക്കുന്നു. വെള്ളം തിളയ്ക്കുന്നു. തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ അരി കഴുകിയിടും. അരി കഴുകിയിടുന്ന സമയത്ത് നമ്മൾ ഒരു നാമം ജപിക്കണം. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേവീച്ച പാർവതി. ഈ നാമമാണ് ജപിക്കേണ്ടത്. കാശിയിലെ അന്നപൂർണേശ്വരി ദേവിയുടെ നാമമാണ്. അന്നം ഒരിക്കലും മുട്ടാതിരിക്കുന്നതിന് വേണ്ടി, എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതിന് വേണ്ടി നമ്മൾ അന്നപൂർണേശ്വരി എന്ന ഭഗവതിയോടാണ് പ്രാർത്ഥിക്കേണ്ടത്. സർവശക്തിയായ കണ്ണകി തന്നെയാണ് അന്നപൂർണേശ്വരി. കണ്ണകി എന്നത് ഒരു മനുഷ്യരൂപമായിരുന്നു. കണ്ണകിയുടെ പാദവൃത്യം കൊണ്ട് കണ്ണകി പാർവതീദേവിയിൽ ലയിക്കുകയാണ്. ഭഗവതി എന്ന സ്വരൂപത്തിലേക്ക് കണ്ണകിയുടെ ആ ഒരു ചൈതന്യം, ആ ഒരു ശക്തി ലയിക്കുകയാണ്. അതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. അന്നപൂർണേശ്വരി തന്നെയാണ്. ചില സമയത്ത് ഭദ്രകാളി രൂപത്തിൽ കാണപ്പെടുന്നു, ചില സമയത്ത് അന്നപൂർണേശ്വരിയായിട്ട് കാണപ്പെടുന്നു, ചില സമയത്ത് ലളിതാംബികയായിട്ട് കാണപ്പെടുന്നു. എല്ലാം സർവശക്തിയായ ഭഗവതി തന്നെയാണ്. ഈ നാമം ജപിച്ചുകൊണ്ട് വേണം നമ്മൾ അരി നമ്മുടെ കയ്യിൽ ഇങ്ങനെ 2 കൈ കൊണ്ടും നമ്മൾ അരി ഇങ്ങനെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്നും കോരി എടുത്തിട്ട് ഈ നാമം ജപിച്ചുകൊണ്ട് നിങ്ങൾ പൊങ്കാലക്കലത്തിലേക്ക് സമർപ്പിക്കണം. ഈ നാമം എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളുക, കാണാതെ പഠിച്ചു കൊള്ളുക. എന്നിട്ട് ഈ നാമം ജപിച്ചുകൊണ്ട് വേണം നമ്മുടെ 2 കൈ കൊണ്ടും അരി 3 തവണയായി കോരിയെടുത്ത് കലത്തിലേക്ക് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം കൈകൂപ്പി ദേവിയോട് പ്രാർത്ഥിക്കണം. 2 കൈ കൊണ്ടും അരി കോരിയെടുത്ത് 3 തവണയായിട്ട് കലത്തിലേക്ക് സമർപ്പിക്കണം. 3 തവണ നമ്മൾ സമർപ്പിച്ചതിനു ശേഷവും നമ്മുടെ ആ പാത്രത്തിൽ, അരി കഴുകിയ പാത്രത്തിൽ അരി മിച്ചമുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് നമുക്ക് കലത്തിലേക്ക് നമ്മൾ സമർപ്പിക്കാവുന്നതുമാണ്. എങ്കിലും ആ 3 തവണ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങ് സമർപ്പിക്കുക. അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ പായസം തയ്യാറാകുന്നു. പായസം തയ്യാറാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? ശർക്കര, അരി നന്നായിട്ട് വെന്ത് കഴിയുമ്പം ശർക്കര ചേർക്കുന്നു, നെയ്യ് ചേർക്കുന്നു, തേങ്ങ ചേർക്കുന്നു, കദളിപ്പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴം അങ്ങനെയുള്ള പഴങ്ങളൊക്കെ ചേർക്കാം. കൽക്കണ്ടം, മുന്തിരി, ചിലര് അണ്ടിപ്പരിപ്പ് ചേർക്കും. കൽക്കണ്ടവും മുന്തിരിയും എന്തായാലും നിർബന്ധമായിട്ടും ചേർക്കണം. കറുത്ത മുന്തിരി, അതായത് ഉണക്കമുന്തിരി, അത് കൽക്കണ്ടം, ഇതൊക്കെ ചേർക്കുക. നെയ്യ് ചേർക്കുക.
ഏലക്ക ചേർക്കുക, ഏലക്ക പൊടിച്ചത് ചേർക്കുക. ചിലര് ചുക്കും ജീരകവും ചേർക്കും, നമ്മുടെ ഇഷ്ടം. അതൊക്കെ ചേർത്ത് നമ്മൾ നല്ല സ്വാദിഷ്ടമായ പായസം തയ്യാറാക്കുക. ഇളക്കി കൊടുത്തോണം. കലത്തിന്റെ അടിയിലൊന്നും കരിഞ്ഞു പിടിക്കാതെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനായിട്ട് അല്പം നെയ്യ് കലത്തിൽ ഒഴിച്ചതിന് ശേഷം, കുറച്ച് നെയ്യ്, ഒരു 2 സ്പൂൺ നെയ്യൊക്കെ കലത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ കലത്തിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് കലത്തിന്റെ അടിയിൽ അരി പിടിക്കുകയില്ല. അടി കൂട്ടി ഇളക്കിക്കോണം എന്നും പറഞ്ഞ് കലം തല്ലി പൊട്ടിക്കുകയൊന്നും ചെയ്യരുത്, ശ്രദ്ധിച്ചു ചെയ്യണം. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക. അനാവശ്യമായിട്ട് ഉണ്ടാക്കി കളയേണ്ടുന്ന അവസ്ഥ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളവർ വരുത്തരുത്. കാരണം എല്ലാ വീട്ടിലുള്ള ആളുകളും പൊങ്കാലയിടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ള വീടുകളിലേക്കൊന്നും അധികം കൊടുക്കേണ്ടതായ ആവശ്യമില്ല. കൊടുത്താൽ തന്നെ അവരുടെ വീട്ടിലും പൊങ്കാല പായസം ഉണ്ട്. ഇതെല്ലാവരും ഒന്നും കഴിക്കില്ല, ഒരുപാട് കഴിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒരു വീട്ടിലോ അല്ലെങ്കിൽ 2 വീട്ടിലോ മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. ഇതെല്ലാ വീട്ടിലും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികമായിട്ടൊന്നും ആർക്കും കൊടുക്കേണ്ടതായ ആവശ്യമില്ല. മിച്ചം വരാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. കൊച്ചു കലത്തിൽ ഉണ്ടാക്കുക. നാളെ 8 ഉത്സവം. നാളെയും മറ്റന്നാളും ഏതു ഭാഗമാണ് കണ്ണകി ചരിതത്തിലെ പാടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ കണ്ണകി ചരിതമാണ് പാടുന്നത് തോറ്റംപാട്ട് എന്ന രൂപത്തില്. കൊടുങ്ങല്ലൂരിൽ നിന്നും ഭഗവതിയെ ആവാഹിക്കുകയും ഉടവാളിൽ കുടിയിരുത്തുകയും കാപ്പുകെട്ടി തോറ്റംപാട്ട് എന്ന രൂപത്തിൽ പാടുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ 1 ഉത്സവം മുതൽ ഉണ്ട്. 1 ഉത്സവ ദിവസം കാപ്പുകെട്ടുകയും ഭഗവതിയെ കുടിയിരുത്തുകയും പാട്ട് ആരംഭിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് കണ്ണകി ചരിതം ഓരോ ദിവസങ്ങളിലായിട്ട് പാടുന്നു. കാവേരി പൂമ്പട്ടണം എന്ന തമിഴ്നാട്ടിലെ നഗരത്തിലെ മനനായകൻ എന്ന കപ്പൽ വ്യാപാരിയുടെ മകളാണ് അതിസുന്ദരിയായ കണ്ണകി. ആ നഗരത്തിൽ തന്നെയുള്ള മച്ചാട്ടുവൻ എന്ന മറ്റൊരു ധനികനായ വ്യാപാരിയുടെ മകനാണ് കോവലൻ. കോവലന് 16 വയസ്സ്, കണ്ണകിക്ക് 12 വയസ്സ്. ആ സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം ആലോചിച്ച് ഉറപ്പിക്കുന്നു. രണ്ടുപേരും സമ്പന്നരായതുകൊണ്ട് തന്നെ വലിയ ആഡംബരപൂർവമാണ് അവരുടെ വിവാഹം നടന്നത്. അത് സുന്ദരിയാണ് കണ്ണകി. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവര് ജീവിച്ചു പോകുന്ന അവസരത്തില് രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് കോവലൻ മാധവി എന്ന സുന്ദരിയായ നർത്തകിയെ കാണാനിടയാവുകയും അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ കോവലൻ കണ്ണകിയെ ഉപേക്ഷിച്ചിട്ട് മാധവിയുടെ കൂടെ താമസമാക്കുകയും ചെയ്തു. കണ്ണകി പതിവ്രതയായിരുന്നു. അവൾ ഭർത്താവിനെ കാത്തിരുന്നു. കുറെ കാലത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം കോവലൻ മാധവിയെ ഉപേക്ഷിക്കുകയാണ്. കോവലനും മാധവിയുമായിട്ടുള്ള വിവാഹ ജീവിതത്തിൽ അവർക്കൊരു മകൾ ജനിക്കുന്നുണ്ട്. ആ മകളുടെ പേരാണ് മണിമേഖല. ഇന്ദ്രനെ പൂജിക്കുന്ന ഒരു ഉത്സവത്തിന്റെ ഇടയ്ക്ക്, ആ ഉത്സവത്തിൽ നടന്ന ഒരു പാട്ടു മത്സരത്തിന്റെ ഇടയ്ക്ക് കോവലനും മാധവിക്കും തമ്മിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ കോവലൻ മാധവിയെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കുന്നു. മാധവിക്ക് കോവലനോട് അഗാധമായ പ്രണയമാണ് ഉണ്ടായിരുന്നത്. കോവലൻ മാധവിയെയും കുട്ടിയെയും ഉപേക്ഷിച്ചതുകൊണ്ട് മാധവി തൻ്റെ സർവസ്വവുമായിരുന്ന, തനിക്ക് ജീവനായിരുന്ന തൻ്റെ നൃത്തത്തെ ഉപേക്ഷിക്കുകയാണ്. താൻ ഇതുവരെ സമ്പാദിച്ച സമ്പത്തും ഉപേക്ഷിച്ച്, നൃത്തവും ഉപേക്ഷിച്ച് കുട്ടിയുമായി ആ നഗരം വിട്ടുപോകുന്നു. പിന്നീട് ബുദ്ധമതം സ്വീകരിക്കുകയാണ് ചെയ്തത് മാധവി. അതിനുശേഷം കോവലൻ തിരിച്ച് കണ്ണകിയുടെ അടുക്കലേക്ക് എത്തുന്നു. കണ്ണകി സന്തോഷത്തോടുകൂടി കോവലനെ സ്വീകരിക്കുന്നു. അങ്ങനെ ഇനി എങ്ങനെ ജീവിക്കും മുമ്പോട്ട് എന്ന ഒരു ചിന്തയായി രണ്ടുപേർക്കും. കാരണം ആ സമയത്ത് കോവലന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. കണ്ണകി തൻ്റെ കാലിൽ കിടന്നിരുന്ന 2 ചിലമ്പുകളിൽ ഒരു ചിലമ്പെടുത്ത് കോവലന് കൊടുക്കുന്നു. ഇത് കൊണ്ടുപോയി വിറ്റിട്ട് ആ കിട്ടുന്ന ധനം കൊണ്ട് നമുക്ക് വ്യാപാരം ചെയ്യാം
അങ്ങനെ നമുക്ക് ജീവിക്കാമെന്ന് കണ്ണകി കോവലനോട് പറയുന്നു. കോവലൻ ഈ ചിലമ്പുമായി രാജകൊട്ടാരത്തിലെ സ്വർണ്ണപ്പണിക്കാരനെ കാണാൻ പോകുന്നു. സ്വർണ്ണപ്പണിക്കാരൻ രാജാവിന്റെ അടുക്കൽ നിന്നും കൂടുതൽ ധനം മേടിച്ചു തരാം എന്ന വ്യാജേന രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കോവലനെ എത്തിക്കുന്നു. അങ്ങനെ കോവലനും സ്വർണ്ണപ്പണിക്കാരനും രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. ആ സമയത്ത് രാജാവിന്റെ ഭാര്യയായ രാജ്ഞിയുടെ ചിലമ്പ് മോഷണം പോയിരുന്നു. കോവലന്റെ കയ്യിലുണ്ടായിരുന്ന ചിലമ്പിന്റെ അതേ രൂപത്തിൽ തന്നെയുള്ള ചിലമ്പായിരുന്നു രാജ്ഞിയുടെയും. യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണപ്പണിക്കാരനാണ് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചത്. അതേ രൂപത്തിൽ തന്നെയുള്ള മറ്റൊരു ചിലമ്പുമായി കോവലൻ വന്നത് കണ്ട ഇതു തന്നെ ഒരവസരം തന്റെ കുറ്റം കോവലന്റെ മേൽ ആരോപിക്കാം എന്ന ചിന്തയിൽ സ്വർണ്ണപ്പണിക്കാരൻ രാജാവിനോട് പറഞ്ഞു, അങ്ങയുടെ പത്നിയുടെ ചിലമ്പ് മോഷ്ടിച്ചത് കോവലനാണ്, ഇത് നോക്കൂ, ഇതേ ചിലമ്പ് തന്നെയല്ലേ എന്ന് പറയുന്നു. അതനുസരിച്ചിട്ട് രാജ്ഞിയെ വിളിക്കുന്നു. രാജാവും രാജ്ഞിയും പരിശോധിക്കുന്നു. സ്വർണ്ണപ്പണിക്കാരൻ ഇത് തന്നെയെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പാണ്ഡ്യരാജാവ് നെടുംചെഴിയൻ എന്ന പാണ്ഡ്യരാജാവ്, ആ രാജാവ് യാതൊരു വിചാരണയും കൂടാതെ കോവലനെ വധിക്കുന്നു. കോവലന്റെ മരണവാർത്ത അറിഞ്ഞ കണ്ണകി നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. ദേവി കൈലാസത്തിലേക്ക് പോകുന്നു, ശിവനെ പ്രാർത്ഥിക്കുന്നു. മഹേശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ച അനുഗ്രഹം കൊണ്ട് തിരിച്ചു വന്ന് കോവലനെ ജീവിപ്പിക്കുന്നു. അതിനുശേഷം കോപത്തോടു കൂടി ദേവി സ്വർണ്ണപ്പണിക്കാരനെ കാണാനായിട്ട് പോകുന്നു. തൻ്റെ ഭർത്താവിനെ അനാവശ്യമായ വിവാദത്തിൽ പെടുത്തുകയും കുറ്റം ആരോപിക്കുകയും ചെയ്ത ആ കള്ളനായ സ്വർണ്ണ വ്യാപാരിയെ കണ്ണകി വധിക്കുന്നു. അതാണ് 8ാം തിരുവുത്സവ ദിവസം പാടുന്നത്. അതായത് നാളത്തെ ദിവസം കോപാകുലിയായ ഭഗവതി സ്വർണ്ണപ്പണിക്കാരനെ വധിക്കുന്ന ഭാഗമാണ് പാടുന്നത്. 9ാം ഉത്സവ ദിവസം, അതായത് പൊങ്കാല ദിവസം, രൗദ്രഭാവം പൂണ്ട ദേവി നേരെ പാണ്ഡ്യരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. കോപത്തോടുകൂടി ദേവി തൻ്റെ കണങ്കാലിൽ അവശേഷിച്ചിരുന്ന 2ാമത്തെ ചിലമ്പെടുത്ത് ആ രാജസദസ്സിലേക്ക് വലിച്ചെറിയുന്നു. ആ ചിലമ്പ് പൊട്ടുകയും ആ ചിലമ്പിൽ നിന്ന് മാണിക്യങ്ങൾ ചിതറുകയും ചെയ്തു. അത് കണ്ടതോടുകൂടി രാജാവിനും രാജ്ഞിക്കും മനസ്സിലാകുന്നു ഇത് തൻ്റെ ചിലമ്പല്ല. അതായത് കോവലന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ചിലമ്പ് തങ്ങളുടെ ചിലമ്പല്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നു. കാരണം രാജ്ഞിയുടെ ചിലമ്പിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് മുത്തുകളാണ്. ഇവിടെ കണ്ണകിയുടെ ചിലമ്പിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് മാണിക്യങ്ങളാണ്. അതോടുകൂടി തെറ്റു ചെയ്യാത്ത ഒരു മനുഷ്യനെ വെറുതെ കൊന്നു എന്ന പശ്ചാത്താപം കൊണ്ട് രാജാവ് മരണപ്പെടുന്നു. രാജാവിന്റെ മരണം കണ്ട രാജ്ഞിയും മരണപ്പെടുന്നു. അങ്ങനെ രാജാവും രാജ്ഞിയും മരണപ്പെടുന്നു. ഇത് കണ്ടിട്ടും കോപം ശമിക്കാത്ത ഭഗവതി മധുരാ നഗരം ചുട്ടരിച്ചു. അതിനുശേഷം കണ്ണകി മധുരയിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. കോപാകുലിയായ ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി പ്രദേശവാസികളായ സ്ത്രീകൾ പുതിയ കലത്തിൽ പുന്നല്ല് ഉപയോഗിച്ച് പായസം സമർപ്പിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് ശാന്തമാക്കി എന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും നമ്മൾ പൊങ്കാലയിട്ട് ദേവിയെ പ്രാർത്ഥിക്കുന്നത്. ഈ ഭാഗങ്ങളാണ് നാളെയും മറ്റന്നാളുമായി ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് എന്ന രൂപത്തിൽ പാടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസങ്ങളിലെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 1ാം ഉത്സവം മുതൽ ഓരോ ദിവസവും ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ടിന്റെ കഥകൾ നിങ്ങളോട് ഈ രീതിയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം പറയണം. അടുത്ത വർഷവും ഇങ്ങനെ പറയണോ എന്നുള്ള കാര്യം പറയണം.
നാമം ജപിക്കണം. പരമാവധി സമയം ദുർഗാ സപ്തശ്ലോകി, ലളിതാ സഹസ്രനാമം, അമേ നാരായണ എന്നുള്ള നാമം, സർവമംഗളമംഗല്യ എന്നുള്ള നാമമൊക്കെ ജപിച്ചുകൊണ്ടിരിക്കണം. നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ ജപിക്കണം. പരമാവധി സമയം നാമജപത്തിനായിട്ട് ചിലവഴിക്കുക. ശ്രദ്ധിച്ച് പൊങ്കാല ഇടുക. ഭയങ്കര ചൂടാണ്, നല്ല വെയിലാണ്, കാറ്റുണ്ടാകും. അതനുസരിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് നാമം ജപിച്ച് പൊങ്കാല ഇടണം. പൊങ്കാല ഇട്ടിട്ട് വന്നതിന് ശേഷം എല്ലാവരും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം. വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്ന എല്ലാവർക്കും എൻ്റെ നമ്പർ അറിയാവുന്നതാണ്. അത് നമുക്ക് വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇതുവരെ ഗ്രൂപ്പിൽ ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്താൽ മതി. തീർത്തും സൗജന്യമായ ഗ്രൂപ്പാണ്. പണമൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച് പൊങ്കാലയൊക്കെ ഇടുക. ലോകത്തിന്റെ ഏതു ഭാഗത്തിരുന്നു കൊണ്ടും ഇതേ രീതിയിൽ പൊങ്കാല ഇടാവുന്നതാണ്. നാമം ജപിക്കാവുന്നതാണ്, പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.